Newton's law of gravity. Objects attract, apple falls down. എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് എമർജൻസി ലോഡിംഗ് ആണ്. ഈ സെന്റൻസ് ഹൃദയത്തിൽ തൊട്ട് പഠിക്കണം. നാളെ ടീച്ചർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. മെമ്മറി റെഡിയാണോ? റിപ്പീറ്റ്. റെഡി സർ. ഗ്രാവിറ്റി, മോഷൻ, കാൽക്കുലേഷൻ എല്ലാം ലോക്ക് ചെയ്ത് സേവ്ഡ് സർ. ഗ്രാവിറ്റി എന്ന വാക്ക് ഞാൻ ഡയമണ്ട് ലോക്കറിൽ പൂട്ടി വെച്ചിട്ടുണ്ട്. പൾസ് കൂട്ടട്ടെ, പഠിക്കുന്നത് പെട്ടെന്ന് കയറാൻ അത് സഹായിക്കും. വേണ്ട, ഇപ്പൊ സമാധാനം മതി. മോളെ ഒന്നുകൂടി പറഞ്ഞേ. Newton's law of gravity. Objects attract, apple falls down. യെസ്, ഇതാണ് ടീം വർക്ക്. നാളെ നമ്മൾ ചരിത്രം കുറിക്കും. മീര, എന്താണ് ഗ്രാവിറ്റി? ഒന്ന് വിശദീകരിച്ചേ. കോഡ് റെഡ്. ടീച്ചർ ഗ്രാവിറ്റി ചോദിച്ചു. എല്ലാവരും പൊസിഷനിൽ കയറൂ. എടാ മെമ്മറി, ഫയൽ പുറത്തെടുക്ക് വേഗം. അവൾ വായ തുറന്നു കഴിഞ്ഞു. എന്താടാ ഇവിടെ ബഹളം? കുറച്ചു നേരം സമാധാനമായിരിക്കാൻ സമ്മതിക്കില്ലേ? ഗ്രാവിറ്റിയോ? ഏത് ഗ്രാവിറ്റി? ഗ്രാവിറ്റിയൊക്കെ പോയി. പകരം ഇന്നലെ കണ്ട വാഴയിലെ പാട്ടുണ്ട്, അത് കൊടുക്കട്ടെ. സാർ, അവള് വായ തുറന്നു. ഞാൻ എന്തെങ്കിലും പറയട്ടെ? ഗ്യാപ്പ് വരുന്നത് മോശമല്ലേ? ഫയൽ കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്ക്. നാണം സർ ന്യൂട്ടൺ ഒരു വലിയ ബുദ്ധിമാനായിരുന്നു. പുള്ളി മരത്തിന്റെ ചോട്ടിലിരുന്നപ്പോൾ ആപ്പിൾ താഴോട്ട് വീണു. അത് ഭൂമിക്ക് ആപ്പിൾ ഇഷ്ടമായതുകൊണ്ടല്ല, ആപ്പിളിന് ഭൂമിയോട് ക്രഷ് ഉള്ളത് കൊണ്ടാണ്. ആപ്പിളിന് ഭൂമിയോട് ക്രഷ് എന്നോ? ഇത് കേൾക്കാൻ വേണ്ടിയാണോടി മഹാഭാബി ഞാൻ ഇത്രയും കാലം പണിയെടുത്തത്? കൊള്ളാം, മിടുക്കി, നല്ല ക്രിയേറ്റീവ് ആയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. നീ നമ്മുടെ പാരമ്പര്യം കാത്തു. ഈ തെണ്ടികളൊക്കെ എന്തിനാ ചിരിക്കുന്നത്? എനിക്ക് വയ്യ. എന്നാൽ ഞാൻ ബോധം കെടട്ടെ.